ലൂക്കോസ് വിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ദയവായിട്ട് ഒന്ന് വായിക്കാം. ലൂക്കോസ് 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അവൻ ഗെന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോൻ ഉള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കേണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാമെന്നുത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറാകുവോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവെ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അവർക്ക് ഉണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെ ഉള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. മതി. ലൂക്കോസ് വിശേഷം 5-ാം അധ്യായം ചില അസാധാരണ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ്. ഒരാമേൻ പറഞ്ഞാട്ട് അവിടെ പറയുന്നു, അവർക്ക് സംഭ്രമം പിടിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ പച്ച മലയാളം പറഞ്ഞാൽ കിളി പോയി എന്ന് പറയും. എന്താ സംഭ്രമം, വല്ലാത്തൊരു എന്താണ് ഒരവസ്ഥ. കാര്യം എന്താണ്? ഇൻക്രെഡിബിൾ, വിശ്വസിക്കാൻ കഴിയുന്നില്ല. പ്രിയമക്കളെ, ചില അവിശ്വസനീയമായ നിലവാരങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ കുടുംബത്തിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ ജീവിതത്തിൽ അവിശ്വസനീയമായ നിലവാരങ്ങളിൽ, ഇൻക്രെഡിബിൾ എന്ന് പറയുന്ന നിലവാരങ്ങളിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? പ്രിയമക്കളെ, ഇതുപോലെ ദൈവത്തെ കിട്ടത്തില്ല കേട്ടോ. ഇതുപോലെ സത്യമാർഗം വേറെ ഇല്ല. ഇതുപോലെ മാനിക്കുന്ന, ഇതുപോലെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം വേറെ ഇല്ല. ഒരാമേൻ പറഞ്ഞാട്ടെ. വീണ്ടും ആ അധ്യായത്തിൽ പറഞ്ഞ കാര്യമുണ്ട്. അവര് ഒരു പക്ഷപാതക്കാരൻ എഴുന്നേൽക്കുന്നത് കണ്ടു. അവർ പറയുകയാണ്, ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു. എന്ത് കണ്ടു എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. കർത്താവ് ആ ഭാഗ്യം അവർക്ക് ഒരുക്കി. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ചില അപൂർവ കാര്യങ്ങളെ കാണത്തക്ക നിലവാരങ്ങളിൽ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുവാൻ, പുഷ്പിക്കുവാൻ, മനോഹരമാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ പറയും, സാക്ഷ്യം പറയും, ചില അപൂർവ കാര്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചു, ഈ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് ചില അപൂർവ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറയത്തക്ക നിലവാരങ്ങളിൽ മാന്യത വരുന്നുണ്ട്, നന്മ വരുന്നുണ്ട്, കൊയ്ത്തു വരുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. വീണ്ടും വായിക്കുന്നു, അവിടെ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ. എങ്ങനാ കുഷ്ഠം എന്ന് പറഞ്ഞാൽ ലോകപ്രകാരം ഇനിയൊരു സാധ്യതയില്ല. 4th അല്ല, 5th അല്ല, 10th സ്റ്റേജിലെത്തിയ ഒരു മനുഷ്യൻ. യേശു അവനെ സൗഖ്യമാക്കി. എൻ്റെ ഏത് മാറാരോഗത്തിനും എൻ്റെ യേശുവിൻ്റെ കയ്യിൽ മരുന്നുണ്ട്, സൗഖ്യമുണ്ട്. only believe. നിന്റെ 120ാമത്തെ വയസ്സിലും നിന്നെ പുഷ്ടിപ്പെടുത്തുവാൻ, നിന്നെ ഫലം കായ്പിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരുമാർ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ചില അസാധാരണ കാര്യങ്ങൾ പറയുന്ന അധ്യായമാണ് ലൂക്കോസ് 5-ാം അധ്യായം. അവിടെ ഒരു പുരുഷാരത്തെ കാണുന്നുണ്ട്. അവർ എന്തിനാ യേശുവിന്റെ അടുക്കൽ വന്നേ? വചനം കേൾക്കാൻ. എന്തെങ്കിലും നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയല്ല, അപ്പവും മീനും കിട്ടാൻ വേണ്ടിയല്ല. അവർ വിലയുള്ള കാര്യം സ്വീകരിപ്പാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. യേശുവിന്റെ അടുക്കൽ വന്ന്. അത് യേശുവിന്റെ സഭയുടെ പ്രത്യേകതയാണ്. നീ യേശുവിന്റെ സഭയിലെ ഒരംഗമാണെങ്കിൽ നീ എന്തിനാ വരുന്നത്? വിലപ്പെട്ട വചനം സ്വീകരിക്കുവാൻ.
ജിമിക്ക് പരിപാടി കാണാൻ വേണ്ടിയല്ല, അഭിനയങ്ങൾ കാണാൻ വേണ്ടിയല്ല, ആൾ ദൈവങ്ങളെ കാണാൻ വേണ്ടിയല്ല, വചനത്താൽ വിടുതലുണ്ട് എന്ന ഉത്തമ വിശ്വാസത്തോടെ വചനം സ്വീകരിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ വന്നവളെ നീ വിലയുള്ള വിശ്വാസിയാണ്. മക്കളെ, വിടുതൽ വചനത്താലാണ്. അല്പം കൂടെ വ്യക്തമായി പറഞ്ഞാൽ വിടുതൽ യേശുവിൻ്റെ വചനത്താലാണ്. നോക്കുക, അവിടെ ഒരു പടകിൽ യേശു കയറുന്നു. ആ പടകിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണം. ഒഴിഞ്ഞ പടക്, നിരാശയുടെ പടക്, ആരും സഹായമില്ലാതെ എല്ലാവരും ദുഷിക്കുന്നു. രാവിലെ തൊട്ട് അധ്വാനമായിരുന്നു, ഒന്നും കിട്ടിയില്ല, കൊണ്ട് നടക്കുന്നു എന്നൊക്കെ കളിയാക്കുന്ന ഒരു പടക്. പക്ഷേ ആ പടകിൽ ആര് കയറി? യേശു കയറി. ആ പടകിൻ്റെ ആദ്യ അവസ്ഥയും അല്പം കഴിഞ്ഞപ്പോൾ അവസ്ഥയും നാം പഠിക്കേണ്ടതാണ്. ആദ്യം അത് ഒഴിഞ്ഞ പടകാണെങ്കിൽ അല്പം സമയം കഴിഞ്ഞപ്പോൾ അത് നിറഞ്ഞ പടകായി. ഓ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ പടക്, ജീവിത പടക് ഒഴിഞ്ഞതാണെങ്കിൽ നീ അല്പനേരം യേശുമായി സമയം ചെലവഴിക്കുമെങ്കിൽ, യേശുവിന് നിന്റെ പടകിൽ സ്ഥാനം കൊടുക്കുമെങ്കിൽ, നിന്റെ പടകിൽ നിന്ന് യേശുവിന്റെ ശബ്ദം പുറത്തു വരുമെങ്കിൽ, ഒരു കാര്യം ഉറപ്പാക്കിക്കോ, അല്പനേരം കഴിയുമ്പോൾ നിന്റെ പടക് നിറഞ്ഞു കവിയുവാൻ പോകുകയാണ്. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. അവർ വല കഴുകുകയാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ഓ പുല്ല്, ഈ പരിപാടി നിർത്താം എന്നവർ പറഞ്ഞോ? ഇല്ല, വീണ്ടും വല കഴുകുകയാണ്. ഞങ്ങൾ നിരാശപ്പെടത്തില്ല, ഞങ്ങൾ തളരുകയല്ല. വീണ്ടും വല കഴുകിയിട്ട് അടുത്ത മീൻപിടുത്തത്തിന് വല ഇറക്കുമ്പോൾ ഒരു പെരുത്ത മീൻകൂട്ടം ദൈവം ഒരുക്കും. പ്രതീക്ഷയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് പകൽക്കാലം നിന്റെ അകത്തിന് പ്രതീക്ഷ ഉണ്ടാകട്ടെ. പലപ്പോഴും പരാജയങ്ങൾ സംഭവിച്ചു, തകർച്ചകൾ, ഒഴിഞ്ഞ പടകായുന്ന നിലവാരങ്ങൾ വന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വീണ്ടും വല കഴുകുകയാണ്. പ്രതീക്ഷയോടെ എന്നെ കഴുകുകയാണ്, എന്റെ ഹൃദയത്തെ കഴുകുകയാണ്. അല്പം കൂടെ ആരാധനയ്ക്ക് വില കൊടുക്കുകയാണ്, അല്പം കൂടെ വചനം ധ്യാനിക്കുകയാണ്, അല്പം കൂടെ പ്രാർത്ഥിക്കുകയാണ്. എനിക്കറിയാം, അടുത്ത വലയിറക്കത്തിൽ ഒരു വലിയ പെരുത്ത മീൻകൂട്ടം ദൈവം ഒരുക്കിയിട്ടുണ്ട്. നോക്കുക, യേശുവിന് ഒരു പടക് കൊടുത്തു. ആ പടകിൽ യേശു എന്ത് ചെയ്തു? ചായയും ബിസ്ക്കറ്റും കഴിച്ചു. ആണോ? ഇരുന്ന് ചൂത് കളിച്ചു. ആണോ? സോറ പറഞ്ഞിരുന്നു. ആണോ? ഇല്ല, വചനം പുറപ്പെടുവിച്ചു. അവനൊറ്റ താല്പര്യമേ ഉള്ളൂ, അവന് വേണ്ടി ഒരു പടക് അത് വേർതിരിക്കപ്പെടുമെങ്കിൽ ആ പടകിലൂടെ അവന്റെ വചനം പുറത്തു വരണം. ഓ, നീ അവന് വേർതിരിക്കപ്പെട്ട ഒരു പടകെങ്കിൽ ദൈവത്തിന്റെ താല്പര്യം വിളിച്ചറിയിക്കട്ടെ. വരും ദിവസങ്ങളിൽ നിന്റെ പടകിലൂടെ യേശുവിന്റെ ശബ്ദം, മാറ്റമില്ലാത്ത സൗഖ്യദായകന്റെ ശബ്ദം, വിടുവിക്കുന്നവന്റെ ശബ്ദം പുറത്തു വരണോ. മറ്റൊരു താല്പര്യം യേശുവിനില്ല. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. യേശു പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ. അവർക്ക് ആ വാക്കിലെ വിശ്വാസ വാക്ക് പെട്ടെന്ന് ബോധ്യപ്പെട്ടില്ല. എന്താണ് വിശ്വാസ വാക്ക്? യേശു പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി. എന്തിന്? മീൻപിടുത്തത്തിന്. വെറും വല വലിച്ചു കയറ്റാനല്ല, ചെളിയും ചേറും വലിച്ചു കയറ്റാനല്ല, മീൻപിടുത്തത്തിന്. യേശുവിന്റെ വചനത്തിനകത്ത് വിശ്വാസ വാഗ്ദത്തങ്ങളുണ്ട്. അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുമെങ്കിൽ അത്ഭുതം കാണാം, അത്ഭുതം കാണാം. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ചത്. വചനം പറയുന്നു, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരുവാൻ ഞാൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. എന്തിന്? നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരുവാൻ. 120 വയസ്സിലും നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരുവാൻ ദൈവത്തിന് പുതുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്.
നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. അതേത് വാക്കാണ്? അത് മീൻപിടുത്തത്തിന് എന്ന വാക്കാണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. അവർ ആ വാക്കിലെ വാഗ്ദത്തം ഏറ്റെടുത്തു. നീ പറഞ്ഞല്ലോ മീൻപിടുത്തത്തിന് ഞങ്ങൾ ആ വാക്കിന് വലയിറക്കുകയാണ്. 2600 പരം വാഗ്ദത്തങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. നീ അതിന് വലയിറക്ക, അത് ഏറ്റെടുത്ത് പ്രവർത്തിക്ക, അത് വിശ്വസിക്ക, അതിൽ കരം വെച്ച് മല്ലു പിടിച്ച് പ്രാർത്ഥിക്ക. അത് സംഭവിക്കും, അത് സംഭവിക്കും, അത് സംഭവിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുവേ. ഞാൻ ഇവിടുന്ന് ചില അസാധാരണ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. അവിടെ പറയുന്നു വല കീറാറായി, വല കീറിപ്പോകുന്ന നിലവാരങ്ങളിൽ ഒരു അനുഗ്രഹം. അതിൻ്റെ അർത്ഥം എന്താണ്? നിറവ്. ഒരാമേൻ പറഞ്ഞാട്ടെ. ഒരു അസാധാരണ നിറവ്. ഒഴിഞ്ഞ അവസ്ഥയല്ല, പകുതി ഫില്ലായ അവസ്ഥയല്ല, മുക്കാലല്ല, 99 വല കീറാറായി. ചില അസാധാരണ നന്മകൾ നിനക്ക് വേണ്ടി അവൻ ഒരുക്കിയിട്ടുണ്ട്. വിശ്വസിക്കാൻ നീ തയ്യാറുണ്ടോ? നിന്റെ ജീവിതമാകുന്ന പടകിനെ യേശുവിന് കൊടുക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? യേശുവിന് നിന്റെ പടകിനെ വിറ്റ് കാശാക്കാൻ വേണ്ടിയല്ല, യേശുവിനെ നിന്റെ പടകിനെ പണയം വെക്കാൻ വേണ്ടിയല്ല. അവന്റെ താല്പര്യം നിന്റെ പടകിലൂടെ അവന്റെ വചനം പുറപ്പെടുകയാണ്. ആ താല്പര്യങ്ങൾ ഏറ്റെടുത്ത് അവന് പടക് കൊടുക്കാൻ നീ താല്പര്യപ്പെടുമെങ്കിൽ വല കീറാറാകുന്ന നിലവാരങ്ങളിൽ നിന്നെ നിറയ്ക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്, പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർ ഒന്ന് കരമടിച്ച് സ്തുതിക്കട്ടെ. വല കീറാറായി. കീറിയോ? അതെന്താ? അതാണ് യേശുവിന്റെ അനുഗ്രഹത്തിന്റെ പ്രത്യേകത. ലോകത്തിന്റെ അനുഗ്രഹം എന്താണ്? വല നിറച്ച് കിട്ടി, പക്ഷെ വല കീറിപ്പോയി. ഇപ്പം വലയുമില്ല, വലയ്ക്കകത്ത് കിടന്നതുമില്ല. ഇതാണ് ലോകത്തിന്റെ അനുഗ്രഹം. പക്ഷെ കർത്താവിന്റെ അനുഗ്രഹം എന്താണ്? എത്ര നിറഞ്ഞാലും വല കീറത്തില്ല. ഇത് നിന്നെ നശിപ്പിക്കുന്ന നന്മയല്ല, നിന്നെ ഒതുക്കുന്ന നന്മയല്ല, നിന്നെ കൊണ്ട് ഉയരുന്ന, നിന്നെ ഒരു പ്രശംസാ വിഷയമാക്കുന്ന, നിന്നെ ഒരു അത്ഭുത വിഷയമാക്കുന്ന ഒരു അനുഗ്രഹമത്രേ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. only believe. നിന്റെ പടകിനെ യേശുവിന് വേർതിരിക്കുക. നിന്റെ പടകിന്, ജീവിത പടകിനെ യേശുവിന് വേർതിരിക്കുക. വീണ്ടും മറ്റു പടകുകളെ മാടി വിളിക്കുന്ന ഒരു അനുഗ്രഹം. കാര്യമെന്താണ്? അത്രമാത്രം പെരുത്ത മീൻകൂട്ടം. അവർ നോക്കിയപ്പോഴത്തേക്ക് അവരെ പടകിനകത്ത് നിറഞ്ഞു കവിയുന്നു. ഇനി അടുത്ത പടക് വന്നില്ലെങ്കിൽ ഈ പടക് മുങ്ങും. അത്രമാത്രം മീനായി. ആ നിലവാരങ്ങൾ അടുത്ത പടകുകളെ മാടി വിളിക്കുന്ന ഒരു നല്ല അനുഗ്രഹം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഒരാമേൻ പറയാമോ? നിന്നെ തള്ളിക്കളഞ്ഞു പോയവരെ, ഇവന്റെ കൂടെ പോയിട്ടൊരു ഗുണവുമില്ലെന്ന് പറഞ്ഞ്, നീ ഒഴിഞ്ഞ പടകെന്ന് പറഞ്ഞ് നിന്നിച്ച് നിന്നെ വിടക്കെന്നെണ്ണി പോയവരെ മാടി വിളിച്ച് അടുപ്പിച്ചിട്ട് ആ വള്ളങ്ങളെ കൂടെ നിറയ്ക്കുന്ന നിലവാരങ്ങൾ നിന്റെ വള്ളത്തെ, നിന്റെ വലയെ, നിന്റെ പടകിനെ നിറയ്ക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അവർ മറ്റു പടകുകളെ മാടി വിളിച്ചു. നമുക്കറിയാം യാക്കോബിന്റെ ചരിത്രം നമുക്കറിയാം. യാക്കോബിനെ ആര് ദേഷിച്ചു? ജ്യേഷ്ഠൻ. കാര്യമെന്താണ്? യാക്കോബ് അനുഗ്രഹം തട്ടിയെടുത്തു. അവനെ കൊല്ലാൻ നോക്കുന്ന ഏശാവ്. പക്ഷെ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു. കാര്യമെന്താണ്? ഏശാവിനെ പോലെയല്ല യാക്കോബ്. അവൻ ദൈവമായുള്ള ബന്ധം കാത്തു സൂക്ഷിച്ചു. ദൈവത്തോട് മല്ലു പിടിക്കാൻ തുടങ്ങി. എന്നെ മാനിച്ചേ മതിയാകൂ. എന്നെ തള്ളിക്കളഞ്ഞു പോയ എൻ്റെ സഹോദരന്റെ മുമ്പിൽ നീ എന്നെ മാനിച്ചേ മതിയാകൂ. എന്നെ നിന്ദിച്ച് എന്നെ കൊല്ലാൻ നോക്കുന്ന എൻ്റെ ബന്ധുക്കളുടെ മുമ്പിൽ നീ എന്നെ മാനിച്ചേ മതിയാകൂ. അത്ഭുത വിഷയമാക്കിയ മതിയാകൂ. ഒടുവിൽ സംഭവിച്ച കാര്യം എന്താണ്? ജ്യേഷ്ഠനെ മാടി വിളിക്കുന്ന യാക്കോബ് നിർബന്ധിക്കുകയാണ്,
എൻ്റെ നന്മയിൽ നിന്ന് അല്പം നീ സ്വീകരിച്ചേ മതിയാകും. യേശാവ് എന്താ പറയുന്നത്? സഹോദര, എനിക്ക് ധാരാളം ഉണ്ട്. അല്ല, ഞാൻ നിന്നെ നിർബന്ധിക്കുന്നു, നീ ഏറ്റെടുത്തേ മതിയാകും. നീ എൻ്റെ സഹോദരനാണ്, ഞാൻ നിന്നെ നിർബന്ധിക്കുന്നു. പ്രിയമക്കളെ, നിങ്ങൾ വിശ്വാസ ജീവിതത്തിൽ മടിപ്പ് കൂടാതെ, അലസത കൂടാതെ മുമ്പോട്ട് പോകുമെങ്കിൽ, പ്രാർത്ഥന കുറയ്ക്കാതെ, ജഡികതകളെ മാറ്റി, ലോകമയത്വങ്ങളെ മാറ്റി, ദൈവമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി പോകുമെങ്കിൽ, നീ നിർബന്ധിച്ച് നിന്റെ അയൽക്കാർക്ക്, നിന്നെ തള്ളിയവർക്ക് നന്മ കൊടുക്കുന്ന നിലവാരങ്ങളിൽ നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കാമെങ്കിൽ ഒന്ന് കരം ചേർത്തടിച്ച്, ഓ നിന്നെ വിടക്കെണ്ണിയവർക്ക് നിർബന്ധിച്ച് കാര്യമെന്താണ്? നിനക്ക് ധാരാളം ദൈവം തന്നിട്ടുണ്ട്. മക്കളെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, 10 കിട്ടിയാലേ നാം 1 കൊടുക്കൂ. അത് നമ്മുടെ പ്രകൃതമാണ്. അപ്പോൾ എത്ര കിട്ടണം? 10 കിട്ടിയേ പറ്റൂ. നീ പ്രാർത്ഥിക്കുമെങ്കിൽ നിന്നെ നിറയ്ക്കുവാൻ ദൈവത്തിന് കഴിയും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പ്രത്യേകിച്ച് ഇന്ന് ചില നാളുകൾക്ക് ശേഷം വരുന്ന ചില വ്യക്തികളുണ്ട്. മനോജെ, ഞങ്ങൾ പറയട്ടെ ഒരു കാര്യം, ഇതുപോലെ സഹായിക്കുന്ന ദൈവം വേറെയില്ല. ഇതുപോലെ രോഗങ്ങളെ അകറ്റിക്കളയുന്ന ദൈവം വേറെയില്ല. ഇതുപോലെ ആത്മവൈദ്യൻ വേറെയില്ല. ഇതുപോലെ അത്ഭുത മന്ത്രി വേറെയില്ല. ഇതുപോലെ അസാധ്യം സാധ്യമാക്കുന്ന വേറെയില്ല. ഇതുപോലെ സംരക്ഷണമുള്ള ജീവിതം വേറെയില്ല. ഇതുപോലെ ധൈര്യമുള്ള, ഇതുപോലെ ബലമുള്ള, ഇതുപോലെ ഭാവിയുള്ള, ഇതുപോലെ പുറപ്പാടുള്ള, ഇതുപോലെ കൊയ്ത്തുള്ള ജീവിതം വേറെയില്ല. Only believe. പക്ഷേ അല്പം വില കൊടുത്താലേ ഈ നന്മ കിട്ടൂ. ഹല്ലേലൂയ. നിങ്ങളെ സിനിമ കൊട്ടേ പോ, ആരും ഒന്നും പറയത്തില്ല. മദ്യപിക്കാൻ പോ, ആരും പറയത്തില്ല. 2 ആഴ്ച ആലത്തി വന്നു നോക്ക്, ബന്ധുക്കൾ പറയും, നിങ്ങളെ കളിയാക്കും, പരിഹസിക്കും. കാര്യം എന്താണ്? അവൻ്റെ ഉള്ളിലെ പിശാച്. ആ പിശാചിനറിയാം നീ രക്ഷപ്പെടുകയാണ്. അവൻ്റെ വലയത്തിൽ നിന്ന്, അവൻ്റെ പാരമ്പര്യ ശാപങ്ങളെ മുറിച്ച്, പൈശാചിക മുദ്രകളെ പൊട്ടിച്ച് നീ പുറത്തു വരികയാണ്. സമ്മതിക്കാതെ വേണം പല വഴികൾ നോക്കും. അല്പം വില കൊടുത്ത് ആലയത്തിൽ വരുമെങ്കിൽ ഒരു അസാധാരണ ഉയർച്ച, അസാധാരണ ഭാവി, നന്മ ദൈവം ഒരുക്കിയിട്ടുണ്ട്. വീണ്ടും വായിക്കുന്നു, പടക് മുങ്ങുമാറാകുന്ന അനുഗ്രഹം. എന്താണ്? പടകിന് വഹിക്കാൻ കഴിയുന്നതിലും അധികം എന്തായി? പടകിൽ മുങ്ങിയോ? മുങ്ങിയില്ല. ലോകം പറഞ്ഞു ഇപ്പം മുങ്ങും. പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ എവിടെ നിൽക്കുന്നു? കരയ്ക്ക് നിൽക്കുന്നു. പക്ഷേ ലോകം വേറെ ചില പടകിനെ കുറിച്ച് പറഞ്ഞു, ഒരു നാളും മുങ്ങത്തില്ല. നല്ല സാമ്പത്തികമുണ്ട്, MLA MP നല്ല കൂട്ടുകെട്ടുണ്ട്, പക്ഷെ മുങ്ങിപ്പോയി. നിന്റെ പടകിൽ യേശുവുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കണം. യേശു പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ. പത്രോസ് പറഞ്ഞു, യേശുവേ, എന്തായാലും നീ പ്രസംഗിച്ച് കഴിഞ്ഞല്ലോ, അങ്ങ് കരയിലിറങ്ങി നിൽക്കെന്ന് പറഞ്ഞു. ഇല്ല, യേശു അപ്പോഴും എവിടെ ഉണ്ട്? പടകിലുണ്ട്. നിന്റെ അനുഗ്രഹത്തിന്റെ മുമ്പിൽ യേശുവിനെ ഒഴിവാക്കരുത്. നന്മ കിട്ടുമ്പോൾ യേശുവിനെ ഒഴിവാക്കരുത്. വാഗ്ദത്തം ഏറ്റെടുക്കുമ്പോൾ, പുറപ്പാട് കിട്ടുമ്പോൾ യേശുവിനെ ഒഴിവാക്കരുത്. അവൻ എന്നും നിന്റെ പടകിന്റെ അമരത്തിരിക്കട്ടെ. എന്നുവരെ അവൻ നിന്റെ പടകിന്റെ അമരത്തുണ്ടോ, അന്നുവരെ നിന്റെ പടക് മുങ്ങി പോകുകയില്ല. ലോകത്തിന്റെ വെള്ളങ്ങൾക്ക് നിന്റെ പടകിനെ മുക്കുവാൻ കഴിവില്ല. ലോകമയത്തങ്ങൾക്ക്, ലോക സുഖങ്ങൾക്ക് നിന്റെ പടകിനെ മുക്കുവാൻ കഴിവില്ല. പടകിനെ നിവർത്തുന്ന ഒരുവൻ, പടകിനെ ഉയർത്തുന്ന ഒരുവൻ, പടകിനെ മാനിക്കുന്ന ഒരുവൻ, പടകിനെ സംരക്ഷിക്കുന്ന ഒരുവൻ, പടകിനെ സൂക്ഷിക്കുന്ന ഒരുവൻ നിന്റെ പടകിലുണ്ട്. പടക് മുങ്ങുമാറാകുന്ന അനുഗ്രഹം. ഒരമ്മയും പറഞ്ഞാട്ട്. വീണ്ടും
പടകിനെ ദൈവം ഉപയോഗിക്കുക ഒരു സാധാരണ കാര്യമാണോ? ഹല്ലേലൂയ. നോക്കുക, എത്രയെത്ര പേരാണ് രാഷ്ട്രീയക്കാരൻ്റെ കയ്യിലെ ചട്ടുകങ്ങളായി മാറുന്നത്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, പോലീസ് ജീവിതത്തിലെ ചില ഓഫീസർമാർ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്. LDF വരുമ്പോൾ അവരെന്ത് ചെയ്യും? LDFിൻ്റെ കൂടെ ചാട്ടം, LDFിൻ്റെ ആളായി. UDF വരുമ്പോഴോ ഒറ്റച്ചാട്ടം. പക്ഷെ ഈ ചാടി ചാടി നിൽക്കുമ്പോഴത്തേക്ക് ഈ രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാകും ഇവൻ ചാട്ടക്കാരനാ. അങ്ങനെ ഒതുങ്ങിപ്പോകും. ലോകം നിന്നെ എന്താക്കി മാറ്റും? ഒരു ചട്ടുകമാക്കി മാറ്റും. ദൈവം നിന്നെ എന്താക്കി മാറ്റും? മാന്യതയേറിയ ഒരു ഉപകരണമാക്കി മാറ്റും. അവന്റെ വേല നന്നായി ചെയ്യുവാൻ, അനേകരെ ഉദ്ധരിക്കുവാൻ, അനേകരെ മാനിക്കുവാൻ, അനേകരെ അത്ഭുത വിഷയമാക്കി മാറ്റുവാൻ, അനേകർക്ക് വെളിച്ചം കൊടുക്കുവാൻ ഒരു നല്ല ഉപകരണമാക്കി അവൻ നിന്നെ മാറ്റും. നോക്കുക, യേശു പടക് ചോദിച്ചത് ഒരു നല്ല ഉദ്ദേശത്തോടെയാണ്. വചനം പുറപ്പെടുവിക്കുവാൻ. കൃപയാൽ അന്ന് ഒഴിഞ്ഞ പടകായതുകൊണ്ട് പത്രോസിന് ആ ഭാഗ്യം കിട്ടി. നിറഞ്ഞ പടകാണെങ്കിൽ ഭാഗ്യം കിട്ടുമോ? ഇല്ല. അവരെവിടെ പോകും? മാർക്കറ്റിലേക്ക്. കാര്യം നിറഞ്ഞ പടക് കൊണ്ട് എന്ത് ചെയ്യണം? ആ മീനെ വിറ്റ് കാശാക്കണം. അവിടെ യേശുവിനെ ഇരുത്തി കൊടുക്കാൻ സമയം കൊടുക്കണം. ചില കാര്യങ്ങൾ ദൈവം ചെയ്തത്, നിന്റെ പടകിനെ ചില സമയത്ത് ഒഴിപ്പിച്ചത് ഒരു വലിയ പദ്ധതിക്ക് വേണ്ടിയാണ്. നിന്റെ പടക് നാളുകൾ ചീഞ്ഞ മണമുള്ള മത്സ്യത്തിന്റെ മണമുള്ള പടകായി അവഗണിക്കപ്പെട്ട് കിടന്നപ്പോൾ അവരുടെ പദ്ധതി തയ്യാറാക്കി നിന്നെ അല്പം ഒഴിച്ചിട്ട് കഷ്ടത്തിലൂടെ കടത്തി വിട്ടിട്ട് നിന്റെ പടകിനെ യേശുവിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേജാക്കി മാറ്റുകയായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. അതാണ് കൂടുകളെ കൂടനക്കി പറക്കുവാൻ പഠിപ്പിക്കുന്ന ദൈവം. ഒരാമേൻ പറഞ്ഞാട്ടെ. ആരോടോ ദൈവം സംസാരിക്കുകയാണ്. പാസ്റ്റർ, ചില രോഗങ്ങൾ മാറുന്നില്ല. എന്തുകൊണ്ട്? നിന്റെ നന്മയ്ക്ക് വേണ്ടി. രോഗം വന്നില്ലെങ്കിൽ നീ ഇവിടെ വരുമായിരുന്നോ? ഇല്ല. ദൈവത്തെ അന്വേഷിക്കുമായിരുന്നോ? ഇല്ല. നീ ആ വഴി പോയിരുന്നെങ്കിൽ എവിടെ പോയി വീഴും? നരകത്തിൽ പോകും. ഒരവസരം അവൻ ഒരുക്കുകയാണ്. നിന്നെ തളർത്തുകയല്ല, നിന്നെ നശിപ്പിക്കുകയല്ല. ആരോടോ ദൈവം സംസാരിക്കുകയാണ്. ഏറ്റെടുക്ക. നിന്നെ നശിപ്പിക്കുകയല്ല, അല്പം പടകിനെ ഒഴിച്ചിട്ട് യേശുവിന് നിന്റെ പടകിൽ സ്ഥാനം നൽകുകയാണ്. നീ അനുവദിക്കുമെങ്കിൽ അല്പം കഴിയുമ്പോൾ നിന്റെ പടക് നിറഞ്ഞു കവിയും. മുമ്പോട്ട് പോകട്ടെ. നോക്കുക, അവിടെ പത്രോസ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. യേശുവിന്റെ കാൽക്കലോട്ട് വീഴുകയാണ്. കാര്യം എന്താണ്? അവൻ അങ്ങോട്ട് വിശ്വസിക്കാൻ ഒക്കുന്നില്ല. അവൻ പറയുകയാണ്, ഞാൻ പാപിയായ. എന്താ പാപമേ പത്രോസ് ചെയ്തത്? ആരുടെയും വസ്തു മോട്ടിക്കാൻ പോയോ? പടക് മോട്ടിച്ചോണ്ടുന്ന പടകാണോ? അത് അവന്റെ പടക് തന്നെയാണ്. എന്ത് പാപമാണ് ചെയ്തത്? അവൻ ചെയ്ത പാപം യേശു അവനോട് അല്പസമയം മുമ്പ് പറഞ്ഞു, എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിന്നെ എന്താക്കി മാറ്റും? മനുഷ്യരെ പിടിക്കുന്നവരാക്കി. ആ വലിയ ദൗത്യം, അതിന്റെ ഗൗരവമായ നിലവാരങ്ങളിൽ ഏറ്റെടുക്കുവാൻ ആർക്ക് കഴിഞ്ഞില്ല? അവൻ ഊപ്പ പിടിക്കാൻ പോയി. അവൻ മനസ്സിലായി, ഞാൻ പാപം ചെയ്തു. നിയോഗങ്ങൾ അവഗണിക്കുന്നത് പാപമാണ്. ഒരാമേൻ പറഞ്ഞോട്ടെ. സുവിശേഷ വേലയെ അവഗണിക്കുന്നത് പാപമാണ്. മനുഷ്യരെ പിടിക്കാനുള്ള നിയോഗം നീ അവഗണിച്ച് കളയരുത്. അവഗണിക്കുമെങ്കിൽ നീ ഒഴിഞ്ഞ പടകിൽ ദുഃഖിക്കും. എന്നാൽ വീണ്ടും കരുണാമയനായ ദൈവം നിന്നെ തേടി വന്ന് പടക് ചോദിച്ചു വാങ്ങി അതിലൂടെ വചനം പുറപ്പെടുവിച്ച് നിറയ്ക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. അവൻ യേശുവിൻ്റെ കാൽക്കലോട്ട് വീണു. ചിലപ്പോഴൊക്കെ ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ചില നന്മകൾ എനിക്ക് സഹിക്കാതെ വരുമ്പോൾ ഞാൻ ഇപ്രകാരം പറയാറുണ്ട്, കർത്താവേ, ആ പാദത്തിൽ ഞാനൊന്ന് വീണോട്ടെ, ആ പാദത്തിലെ പൊടി ഞാൻ നക്കിക്കോട്ടെ. വേറൊന്നും കൊണ്ടല്ലപ്പാ, എന്നെ ഇത്രയും അനുഗ്രഹിപ്പാൻ ഞാൻ എന്തുള്ളൂ.
നീ എത്ര നന്മകളാണ് എനിക്ക് ചെയ്തത് കർത്താവേ. ഞാൻ ആ പാദത്തിൽ ഒന്ന് വീണോട്ടെ. എനിക്ക് നിന്റെ കയ്യിൽ പിടിക്കണ്ടപ്പ. ആ പാദത്തിൽ ഒന്ന് വീണ ഞാൻ നന്ദി പറയട്ടെ. എത്ര പേർ മനസ്സിലാക്കുന്നു? ആ പാദത്തിൽ വീഴുക, പാദത്തിൽ വീണ നന്ദിയപ്പാ. ഇപ്രകാരം എന്നെ മെടയുന്നതിനായി, എന്നെ മെനയുന്നതിനായി, എന്റെ രോഗങ്ങളെ അകറ്റിക്കളയുന്നതിനായി, എന്റെ ഭാവിയെ ധന്യമാക്കുന്നതിനായി, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിനായി, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി നന്ദി പിതാവേ. വീണ്ടും നാം വായിക്കുന്നു, അവർക്ക് സംഭ്രമം പിടിച്ചു. എന്ത് പിടിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് അവിശ്വസനീയമായ നിലവാരങ്ങളിൽ അവരതുപോലെ കണ്ടിട്ടില്ല. ആ സമുദ്രത്തിൽ, ആ കടലിൽ നാളുകൾ മീൻ പിടിക്കുന്നവരാണ് പത്രോസും കൂട്ടരും. ഇതുപോലൊരു പിടുത്തം അവർ കണ്ടിട്ടില്ല. ഇതുപോലൊരു മീൻപിടുത്തം അവർ കണ്ടിട്ടില്ല, ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു പടകുമായി പോയാൽ പടകിന്റെ മൂലയിൽ കിടക്കുന്ന കുറെ മീൻ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. അവർ കാണുന്ന കാഴ്ച എന്താണ്? ഒരു പടക് നിറഞ്ഞെന്ന് മാത്രമല്ല, വല കീറാറായെന്ന് മാത്രമല്ല, പടക് മുങ്ങുമാറായെന്ന് മാത്രമല്ല, മറ്റൊരു പടകിനെ കൂടെ മാടി വിളിച്ച് അതിലെ പടകിനെ നിറയ്ക്കുക. ആ പടകും മുങ്ങുമാറായ നിലവാരങ്ങൾ, ആ വലയും കീറാറായ നിലവാരങ്ങൾ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം അവർക്ക് സംഭ്രമം പിടിച്ചു. നിങ്ങൾ ഒരു ലോട്ടറി എടുത്തു, നാളെ നിങ്ങൾക്ക് 1ാം സമ്മാനം കിട്ടി. നിങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ പെട്ടെന്ന് ഭ്രാന്തായി പോകും. ചിലർ അങ്ങനെ എന്ത് ചെയ്യാത്തു കാര്യം എന്താണ്? അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പലപ്പോഴും കഴിയത്തില്ല. ഒരമ്മയും പറഞ്ഞാട്ടെ, അതുപോലെ അവിടെ തലയ്ക്കകത്തോട്ട് കയറുന്നില്ല. അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പ്രിയമക്കളെ, ഇതുപോലൊക്കെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയും. പാസ്റ്ററെ, എനിക്കെന്തുകൊണ്ട് ലഭിക്കുന്നില്ല? നീ പ്രാർത്ഥിക്കുന്നില്ല, നീ ആരാധിക്കുന്നില്ല, നീ ഞായറാഴ്ച കഴിഞ്ഞാൽ വേദപുസ്തകം അടച്ചു വെക്കുകയാണ്, പിന്നെ വേദപുസ്തകം വായിക്കാറില്ല, നീ വിശ്വാസവാക്ക് പറയാറില്ല. എല്ലാവരുടെയും കാര്യമല്ല, ഒറ്റപ്പെട്ട കാര്യം പറയുകയാണ്. നീ മല്ലു പിടിക്കാറില്ല. നിനക്ക് ദൈവത്തിൽ വിശ്വാസം ഇതുവരെ വന്നിട്ടില്ല. നിന്റെ വിശ്വാസം ഇന്നും പ്രസ്ഥാനങ്ങളിലാണ്, സംഘടനകളിലാണ്. ഇതെല്ലാം തകർന്നു തരിപ്പണമാകും. ദൈവം മാത്രമേ നിത്യനായിട്ടുള്ളൂ. ആ ദൈവത്തെ പ്പിക്കുവാൻ നീ താല്പര്യപ്പെടാറില്ല. രാത്രിയിൽ ഉണർന്നു പ്രാർത്ഥിക്കാറില്ല. രാത്രി അല്പനേരം മല്ല് പിടിച്ച് ആടി പ്രാർത്ഥിക്കാറില്ല. അങ്ങനെയൊക്കെ ചെയ്യുമെങ്കിൽ നിന്റെ പടകിനെയും നിന്റെ വലയെയും മറ്റു പടകുകളെയും നിന്നെ കൊണ്ട് നിറയ്ക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. മക്കളെ, ഞാൻ വെറുതെ പറഞ്ഞല്ല. ഞാൻ ഈ ആലയത്തില് മിക്കപ്പോഴും പറയുന്ന കാര്യം എന്താണ്? പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചാലേ നിങ്ങൾക്ക് ഉയർച്ചയുള്ളൂ. ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തോ വേണം? വിശ്വാസം വേണം. ഒരാമേൻ പറഞ്ഞാട്ടെ. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അവന് കഴിയാത്ത കാര്യമില്ല. യാക്കോബ് മല്ലു പിടിച്ചപ്പോൾ എന്നെ വിടോ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് കീഴടങ്ങിയ ഒരു ദൈവമുണ്ട്. ഞാനും പ്രാർത്ഥിക്കും, ഞാനും മല്ലു പിടിക്കും, രാത്രിയിൽ മല്ലു പിടിക്കും. ദൈവം എന്നോട് പറയും, എന്നെ വിട്. ഉഷസ് ഉദിക്കുന്നുവല്ലോ. ഇല്ല, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നീ എന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തിയല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നീ പട്ടണത്തിൽ എന്നെ മാനിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. എന്റെ തലമുറയെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഒരു കൊയ്ത്ത് തന്നല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇത്രയൊക്കെ പഠിപ്പിച്ചാലും ഇന്നും പ്രാർത്ഥിക്കാത്തവരുണ്ട്. ഞാൻ ഒറ്റപ്പെട്ട കാര്യം പറയുകയാണ്. സമയം കിട്ടിയാൽ ആരാധന മുടക്കിക്കളയും. സമയം കിട്ടിയാൽ കലങ്ങിപ്പോയിരിക്കും, വിലയില്ലാത്തവരുമായി സംസാരിക്കും. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, ഒറ്റപ്പെട്ട കാര്യമാണ് പറയുന്നത്. കയറി പിടിക്കരുത്. പാസ്റ്റർ എൻ്റെ കാര്യമാണ്, ഞാൻ ഇന്നലെ അവിടെ അറിയാതെ അവിടെ പോയി നിന്ന്, അതാണോ പാസ്റ്റർ കണ്ടു കാണും? ഇല്ല, ഒറ്റപ്പെട്ട കാര്യമാണ് പറയുന്നത്. നമുക്ക് സമൂഹത്തിലാണ് ജീവിക്കുന്നത്. പലപ്പോഴും അവിടെയൊക്കെ പോകേണ്ടി വരും. അതൊക്കെ സത്യം. എന്നാൽ നിത്യമായിട്ട് അവിടെ പോയി വായി നോക്കിയിരിക്കുക. വിശ്വാസിയാ. ഹല്ലേലൂയ. അവൻ്റെ കുറ്റിപിടിയും എടുത്ത് വലിച്ച് ഇവിടുത്തെ കാര്യമല്ല, അങ്ങ് ദൂരത്തെ കാര്യമാണ് പറയുന്നത്.
നിങ്ങൾ എന്തിനാ പറയുന്നത്? പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുന്നത്. മക്കളെ, ആ സമയം അല്പനേരം ആടി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എത്ര നന്മ നിനക്ക് കിട്ടുമായിരുന്നു. നിന്റെ ആയുസ് എത്രയധികം ദീർഘമാകുമായിരുന്നു. നീ ഒരു അനുഗ്രഹമാകുമായിരുന്നു. ഓ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഞാൻ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. എന്താണ്? നീ പ്രാർത്ഥിക്കുമ്പോൾ പറയണം, ലെറ്റ് there be light. You are the light of the world. നീ ലോകത്തിന്റെ വെളിച്ചമാണ്. നിന്റെ ദൈവം ലോകത്തിന്റെ വെളിച്ചമാണ്. അവന്റെ താല്പര്യം നീയും ലോകത്തിന്റെ വെളിച്ചമാകണമെന്നാണ്. You must be the light of the world. Hallelujah. അതിനെന്ത് ചെയ്യണം? നീ പ്രാർത്ഥിച്ചിട്ട് പറയണം, let there be light in my city, let there be light in my family, let there be light in my ministry, let there be light in my continent, let there be light. നിന്റെ വായിക്ക് സൃഷ്ടിപ്പിന് അധികാരമുണ്ട്. നീ ഒരു സാധാരണ വ്യക്തിയല്ല. നീ കർത്താവിന്റെ മകളെങ്കിൽ മകനെങ്കിൽ നീ സാധാരണ വ്യക്തിയല്ല. ആ നാവിന് അധികാരമുള്ളവനാണ്. നീ പറയും പോലെ സംഭവിക്കും. നീ പറയും പോലെ കാര്യങ്ങളെ ദൈവം സംഭവിപ്പിക്കും. നീ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഇരുളുകൾ ഓടി മറയും. കാര്യം അതിനെ സാധിപ്പിക്കുന്ന ഒരു വെളിച്ചത്തിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. അന്ധകാരങ്ങളെ ആട്ടിപ്പായിക്കുന്ന വെളിച്ചങ്ങളുടെ ദൈവം. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അന്ധകാരത്തെ ആട്ടിപ്പായിച്ച ദൈവം നിന്റെ കൂടെയുണ്ട്. അവർക്ക് സംഭ്രമം പിടിച്ചു. തീർന്നില്ല, അവർക്ക് പ്രമോഷൻ കിട്ടിയ ഒരു അത്ഭുതമാണ്. യേശു പറഞ്ഞു, ഇന്നു മുതൽ നീ ആരെ പിടിക്കും? മനുഷ്യരെ പിടിക്കും. ചാള പിടിച്ച് നടന്നവൻ അത്ഭുതപ്പെട്ട കാര്യം എന്താണ്? പെരുത്ത മീൻകൂട്ടം. പെരുത്ത മീൻകൂട്ടം എന്ന് പറഞ്ഞാൽ നല്ല പെരുത്ത, നല്ല വളർച്ചയെത്തിയ, നല്ല രുചിയുള്ള, അല്ലേ? നെയ്മീനൊക്കെ നല്ല വളർച്ചയുള്ളതാണെങ്കിൽ നല്ല രുചിയാണ്, അല്ലേ? ചെറിയ നെയ്മീൻ കിട്ടിയാ, കഴിഞ്ഞ ദിവസം കിട്ടിയ ചെറിയ നെയ്മീനാകട്ടോ, ഒരു എന്ന് പറയാ കൊച്ചു നെയ്മീന്, ഇത്രയുള്ള നെയ്മീൻ, വലിയ രുചിയൊന്നുമില്ല. എങ്കിലും ചപ്പാത്തി കഴിക്കാൻ കൂട്ടി കഴിച്ചു. ഒരു ചെറിയ രുചിയുണ്ട്. പക്ഷെ ആ വിളഞ്ഞ നെയ്മീനാണെങ്കിലോ എന്താ രുചി! ചില നല്ല അനുഗ്രഹങ്ങൾ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഫലപ്രദമായ പൂർണ്ണ വളർച്ചയെത്തിയ നല്ല നന്മകൾ അവൻ ഒരുക്കിയിട്ടുണ്ട്. വിശ്വസിക്ക. ഇതുവരെ കാണാത്ത, ഇതുവരെ കേൾക്കാത്ത, ആരും പറയാത്ത നന്മകൾ അവൻ ഒരുക്കിയിട്ടുണ്ട്. ഇന്നു മുതൽ നീ എന്ത് ചെയ്യും? മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അവിടെ നാം വായിക്കുന്ന കാര്യം എന്നറിയാമോ? അവർ പടകും വലയും വിട്ടെങ്ങോട്ട് പോയി? യേശുവിൻ്റെ പിന്നാലെ. ഞാനായിരുന്നെങ്കിൽ ആ മീൻ വിറ്റ് കാശാക്കിയിട്ടേ പോകത്തുള്ളായിരുന്നു. ഉള്ള കാര്യം, നമ്മൾ ആരാണെങ്കിലും ആ മീൻ വിറ്റ് കാശ് കൊണ്ട് ബാങ്കിലിട്ടിട്ട്. പക്ഷെ അവരെന്ത് ചെയ്തു? ആ മീനും വേണ്ട, ആ വലയും വേണ്ട, ആ വള്ളവും വേണ്ട. ഇതിനെല്ലാം സഹായമാകുന്ന, ഇതിനെല്ലാം എപ്പോഴും ആ സഹായമാകുന്ന യേശുവിനെ മതി. യേശു ഉണ്ടെങ്കിൽ എന്തിനാ പടക്? യേശു ഉണ്ടെങ്കിൽ എന്തിനാ മീൻ? യേശു ഉണ്ടെങ്കിൽ എന്തിനാ വല? എല്ലാം തക്ക സമയത്ത് ഔദാര്യമായിട്ട് സ്നേഹത്തോടെ പൂർണ്ണതയോടെ നൽകുവാൻ എന്റെ യേശുവിന് കഴിയുമല്ലോ. കരങ്ങളെ ഉയർത്തി വീശി. ഹല്ലേലൂയ. നോക്കുക, സകലവും വിട്ട് അവർ യേശുവിൻ്റെ കൂടെ കൂടുവാനിടെ. ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം. കുറെ പുരുഷാരം വചനം കേൾക്കാൻ വന്നല്ലോ, അവർക്ക് എന്തോ കിട്ടി? അതാണ് എൻ്റെ ചോദ്യം. അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വചനം കിട്ടി. അവർക്ക് വചനം കിട്ടിയെന്ന് മാത്രമല്ല, തിയറി കിട്ടി. എന്താ കിട്ടി? തിയറി, പ്രാക്ടിക്കൽ അവർ കണ്ടു. വലിയ പെരുത്ത മീൻകൂട്ടമായിട്ട് പടക് വരുന്നത് അവർ കണ്ടു. അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത പടകിന് ഇപ്പോൾ എങ്ങനെ മീൻ കിട്ടി? പടകിൽ യേശു ഉള്ളത് കൊണ്ട്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത പടകിന് എങ്ങനെ മീൻ കിട്ടി? പടകിൽ യേശുവിനെ കൂടാതെയുള്ള അധ്വാനങ്ങളെല്ലാം വിഫലമാണ്, വ്യർത്ഥമാണ്. യേശു പടകിലുണ്ടെങ്കിൽ അസാധാരണ നന്മ നിനക്ക് ലഭ്യമാകും. എൻ്റെ ചോദ്യം അതാണ്.
പുരുഷാരത്തിന് എന്ത് കിട്ടി? പുരുഷാരത്തിന് വചനം കിട്ടി, തിയറി കിട്ടി, വിശ്വാസം, അതെ വിശ്വാസം കിട്ടി. അതിലുപരിയായിട്ട് അവസാനം മീൻ ആർക്ക് കിട്ടി? ഈ പിടിച്ചോണ്ടുവന്ന മീൻ ആർക്ക് കിട്ടി? ആർക്ക് കിട്ടി? പുരുഷാരത്തിന് കിട്ടി. മീൻ കരയെ കിടക്കുമ്പോൾ ആരും കളഞ്ഞിട്ട് പോവും? പത്രോസും കൂട്ടരും അങ്ങോട്ട് പോയി, മീനിട്ടിട്ട് പോയി. വചനം കേൾക്കാൻ വന്നവർക്ക് എന്തോ കിട്ടി? പെരുത്ത മീൻകൂട്ടം കിട്ടി. നിന്നെ അകത്തും പുറത്തും നിറയ്ക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഓ, വെയിറ്റ് ഫോർ ദ ബെസ്റ്റ്, വെയിറ്റ് ഫോർ ദ ബെസ്റ്റ്. ക്ഷമയോടെ കാത്തിരിക്കുക, പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. നിന്നെ വചനം കേൾപ്പിച്ച് വഞ്ചിക്കുകയല്ല, ചതിക്കുകയല്ല, വെറും കൈയായി പറഞ്ഞയക്കുകയല്ല ദൈവത്തിന്റെ പദ്ധതി. വചനം കേട്ടവർക്ക് വേണ്ടിയാണ് എന്തോ വിട്ടത്? ആഴത്തിലേക്ക് മീൻ പിടിക്കാൻ ആളിനെ വിട്ടത്. വചനം കേൾക്കുന്നവർക്ക് വേണ്ടിയാണ് വല കീറുമാറ് വലയെ നിറച്ചത്. വചനം കേട്ടവർക്ക് വേണ്ടിയാണ് പടക് മുങ്ങുമാറ് പടകിനെ നിറച്ചത്. ഓ, വചനം കേട്ടവർക്ക് വേണ്ടിയാണ് സകലവും ഉപേക്ഷിക്കുവാൻ, സൗജന്യമായി കൊടുക്കുവാൻ പത്രോസിനും കൂട്ടർക്കും കൃപ കിട്ടിയത്. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് ഹല്ലേലൂയ എഴുന്നേൽക്കാം.